സത്യം പറ ലൂക്ക, എനിക്ക് എത്ര ഫേസസ് ഉണ്ട്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ദിവസം കണ്ട ആ ചൂടൻ ചെറുക്കനെ അല്ലായിരുന്നു നീ ഇന്ന്. ഭയങ്കര സീരിയസ് ആയ ഡീപ്പായ ഒരാണ്. കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറിപ്പോയി. പക്ഷെ സാരില്ല, അതും ഇതും ഒക്കെ കൊള്ളാം. അന്ന് രാത്രി തോന്നിയത് ഇടയ്ക്കൊക്കെ വിളിച്ച് തല്ലുകൂടാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഫ്രണ്ടിനെ കുറേ നാളുകൂടി കിട്ടിയെന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തോന്നുന്നത് വഴക്കുകൂടാൻ മാത്രമല്ല, ഇന്ന് കാല് തെറ്റിയാ വീഴാതെ താങ്ങാനും നീ മതിയില്ല. മതിയായിരിക്കുമല്ലേ? ആ പിന്നുണ്ടല്ലോ, ചേർത്ത് നിർത്തി 2 വാക്ക് കൂടി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നീ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആഹാ, ഇതൊരു ചെറിയ എക്സിബിഷൻ സ്പേസ് ആണല്ലോ. അകത്തേക്ക് വരാമോ, അതോ അന്നത്തെ പോലെ ചീത്ത വിളിക്കോ? ധൈര്യമായിട്ട് അകത്തേക്ക് വരാം. പക്ഷെ അവിടെ കാണുന്ന സാധനത്തെ പറ്റി വാ തുറന്നേക്കരുത്. എങ്ങനെ തപ്പിപ്പിടിച്ച് എത്തി ഇങ്ങോട്ട്? അത് എനിക്കൊരു പെയിന്റിങ് വേണമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് ആ അലമ്പിൽ അതൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഒരു പെയിന്റിങ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ് ഭയങ്കര ഇന്റർനാഷണലാണ്, അപ്പം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വന്നതല്ലേ, ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വാങ്ങാമെന്ന് വെച്ചു. അതുമില്ല, അതെ, ഇങ്ങനെ അഫോർഡബിൾ അല്ല എന്നൊന്നും പറഞ്ഞ് വരത്തല്ലേ. നമുക്ക് വഴിയുണ്ടാക്കാം. ഓക്കെ. പക്ഷെ വൺ റിസ്ക് ആണ് താൻ എടുത്തിരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ കലാകാരന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ ചീത്തപ്പേരുള്ളതാ. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരനും സുമുഖനും സിംഗിളുമായ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. നീ അത്ര നീറ്റല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ല, അന്നോട്ടെങ്കിലും തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു 10 ലെക്ചറെങ്കിലും കേട്ടിട്ടുണ്ടോ? ആര്? ജെപിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആളൊരു നല്ല മനുഷ്യനാണെന്നാണോ ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല പുള്ളിക്കനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചിലപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആയിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളി ഒരു കിഡിലൻ റൈറ്ററാണ്. പുള്ളിയുടെ കോളംസിനൊക്കെ മറ്റു പത്രക്കാർക്ക് ഇല്ലാത്തൊരു ഒരു ഭംഗിയുണ്ട്. അങ്ങനെയല്ലേ? എന്താ അങ്ങനെ തന്നെ നിൽക്ക്. എന്താ ഇത് എന്താ തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ. പക്ഷെ അനങ്ങല്ലേ അനങ്ങല്ലേ അനങ്ങരുത്. പക്ഷെ കഴിയാറായോ? കഴിഞ്ഞില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. കാല് വേദനിക്കുന്നടോ. അനങ്ങാ നിൽക്ക്. ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം എടുക്കും. കുറച്ച് ഇല്ലല്ല, പോകാൻ അങ്ങോട്ട്. അയ്യോ, കരിയായി. കൈ ഇവിടെ. ഓക്കെ. കഴിയട്ടെ, കഴിവ് പറയാം. എടോ മതി മതി, കഴിഞ്ഞോ? കഴിഞ്ഞു. എനിക്കിനി നിൽക്കാൻ വയ്യ. ഫൈനൽ ടച്ച് ഉള്ളൂ. വാ. അയ്യേ, ഇതെന്താ കണ്ണുനീരൊക്കെ? താൻ കരഞ്ഞുകൊണ്ട്. ഞാനോ? ഞാൻ എപ്പോഴാ കരഞ്ഞ? ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരുന്നെ. താൻ കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചിരിയായിരുന്നില്ലേ അത്? താനിത് എന്തൊക്കെയായി പറയുന്നേ? എടോ, അത് ചുമ്മാ മുന്നിൽ കാണുന്നതിലും പകർത്തി വെച്ചിട്ട് കുറെ കളർ വാരി തേക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നത് എന്താണോ അതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. താനോടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് താൻ എങ്ങോട്ടൊക്കെയോ പോയി. പക്ഷെ ആ ആലോചനയും തൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്നു. താൻ ആലോചിക്കും തോറും തൻ്റെ മുഖത്ത് ചിരി ഒഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. തൻ്റെ കവിളിലെ വെളുത്ത നിറം മാറി ബ്രൗണായി, പിന്നെ അത് ബേബി പിങ്കായി, പിന്നെയും മാറിയത് റെഡായി. തൻ്റെ കണ്ണുകളും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. വളരെ സ്പീഡിലൊന്നും അല്ലെങ്കിലും തൻ്റെ കണ്ണുകൾ എന്തോ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ 2 കണ്ണും നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ വളരെ ഫോഴ്സ്ഫുള്ളി ആ കണ്ണുനീര് താഴെ വീഴാതെ പിടിച്ചു നിർത്തി. ഞാനത് താഴെ വീഴ്ത്തി, അത്രേ ഉള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചുമ്മാ പകർത്തി വരയ്ക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നതിൻ്റെ പിറകിൽ എന്താണോ അതാണ് എൻ്റെ വിഷയം. ഇനി പറ, ഈ വരച്ചിരിക്കുന്നല്ലേ സത്യം? സത്യം അതുകൊണ്ടല്ലേ താനൊന്നും പറയാത്തേ?
ലൂക്ക, നീ എന്താ നേരത്തെ എൻ്റെ അങ്കിളിനെ കുറിച്ച് പറഞ്ഞേ? ഒരു ദിവസം നീ അയാളെ ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അയാളെ ഇവിടെ പിടിച്ചിരുത്തി ആളുടെ പടം വരയ്ക്കണം. അപ്പം ചിലപ്പോൾ അയാളുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും. ബട്ട് ഫോർ ദി ആക്ടർ ഹിയേഴ്സ്, അയാൾ നിന്നെയും പറ്റിക്കും. നീ പറഞ്ഞ ശരിയാ. നേരത്തെ നീ അയാളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അയാളെ പറ്റിയാ. അയാൾ ഇല്ലാതാക്കി എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി. ലൂക്ക, അമ്മ മാത്രമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത് വെറും ഒരു അങ്കിള് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസവും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മളെ കാണാൻ വരുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്ന നല്ലൊരാൾ, അച്ഛനോട് സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷേ ഇടയ്ക്കെപ്പോഴോ അയാളുടെ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ബദൻ അമ്മയുടെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും മെൻറ്ററും ഒക്കെ ആയ ഒരാളെ പറ്റി അങ്ങനൊരു കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അമ്മയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു അയാൾ. പെങ്ങൾക്കും കൊച്ചിനും വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെച്ചൊരാൾ. എങ്ങാനും ഞാൻ ഈ ആലോചിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് തോന്നിയതായിരുന്നെങ്കിലും വീണ്ടും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് I was being abused all this while എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം അങ്കിൾ എന്നെ കൂടെ നടക്കാൻ വിളിച്ചു. പേടിയായിരുന്നു എനിക്ക്. ഒഴിവാകാൻ കുറേ നോക്കിയെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്ക് കൂടെ പോണ്ടി വന്നു. ഒരു പബ്ലിക് റോഡിൽ വെച്ച് അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ധൈര്യം. നമ്മൾ കുറച്ചു നേരം നടന്നു തുടങ്ങി അയാളെൻ്റെ കൈയും പിടിച്ചൊരു ഇടവഴിയിലേക്ക് കയറി. ഒരു പുൽമേട്ടിലായിരുന്നു അന്ന് ചെന്ന് അവസാനിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നിട്ടുള്ള ഏറ്റവും നീളം കൂടിയ വഴിയായിരുന്നു അത്. കാണാവുന്ന ദൂരത്തോളം ഒരാൾ പോലും ഇല്ലായിരുന്നു. അന്നത്തെ എൻ്റെ നെഞ്ചിരിപ്പിൻ്റെ ഒരു വേഗമുണ്ട്, അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അതുവരെ എന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയായിരുന്നു അയാൾ. ഒന്നും അമ്മയടുത്ത് പറയരുതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ലൂക്ക, ഒരേ സമയം കൺഫ്യൂസിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അന്ന് ചിലപ്പോൾ എങ്ങാനും അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം അമ്മയടുത്ത് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ മുന്നിൽ അന്ന് അങ്ങനെ കിടന്ന് കരഞ്ഞൊരാൾ, അയാളുടെ ഫേസ് സേവ് ചെയ്യാൻ ഇത് എക്സ്റ്റെൻഡ് വരെയും പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്ന് അങ്കിളിന് കൊടുത്ത വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അങ്കിൾ എന്നും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ, her only pillar of strength. 12 വർഷം കഴിഞ്ഞിട്ടും ഒന്നുമേ നടന്നിട്ടില്ലാത്ത പോലെയാണ് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കതിന് പറ്റില്ല. Because I hate him. Because I hate him so bloody much.